ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ചാണക്യനീതി, ജീവിതം മാറ്റിമറിക്കുന്ന കഠിന സത്യങ്ങൾ. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ചില സത്യങ്ങൾ നമ്മൾ കേൾക്കണം. അവ സത്യങ്ങൾ എല്ലായ്പ്പോഴും മധുരമുള്ളതായിരിക്കണമെന്നില്ല. ചിലത് കടുപ്പമായിരിക്കും, ചിലത് കേൾക്കുമ്പോൾ തന്നെ അസ്വസ്ഥത തോന്നും. പക്ഷേ സത്യത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചാലും ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചു നയിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ചാണക്യ നീതിയെക്കുറിച്ചാണ്. രാജ്യതന്ത്രജ്ഞൻ, ഗുരു, തത്വചിന്തകൻ, മനസ്സിൻ്റെ സൂക്ഷ്മതകൾ അതിവിശദമായി മനസ്സിലാക്കിയ മഹാനായ ചാണക്യൻ പറഞ്ഞ ചില ജീവിത സത്യങ്ങൾ ഇന്നും അത്ര തന്നെ ശക്തമാണ്. കാലം മാറി, ലോകം മാറി, മനുഷ്യരുടെ ജീവിത രീതികൾ മാറി. പക്ഷേ മനുഷ്യ സ്വഭാവം, വിജയത്തിൻ്റെ നിയമങ്ങൾ, പരാജയത്തിൻ്റെ കാരണം, ബന്ധങ്ങളുടെ യാഥാർത്ഥ്യം, ഇവയെക്കുറിച്ചുള്ള ചാണക്യൻ്റെ നിരീക്ഷണങ്ങൾ ഇന്നും അതിശയകരമായി പ്രസക്തമാണ്. ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് വെറും പണം സമ്പാദിക്കാനുള്ള വഴി അല്ല. അദ്ദേഹം പഠിപ്പിക്കുന്നത് എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആളുകളെ മനസ്സിലാക്കണം, എങ്ങനെ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കണം എന്നതാണ്. ഒന്നാമതായി പറയുന്നത്, നിങ്ങളുടെ ദൗർബല്യം എല്ലാവരോടും പറയരുത്. ചാണക്യൻ്റെ ഏറ്റവും കഠിനമായ ഒരു പാഠം ഇതാണ്. നിങ്ങളുടെ രഹസ്യങ്ങളും ദൗർബല്യങ്ങളും എല്ലാവർക്കും തുറന്നു കാണിക്കരുത്. കാരണം ലോകം എല്ലായ്പ്പോഴും കരുണയോടെ പെരുമാറില്ല. ചിലർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും, പക്ഷേ പലരും നിങ്ങളുടെ ദൗർബല്യം നിങ്ങൾക്കെതിരായി ഉപയോഗിക്കാൻ നോക്കും. നിങ്ങൾ എവിടെയാണ് തകർന്നിരിക്കുന്നത്? ഏത് വാക്കാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഭയം? ഇത് തെറ്റായ ആളുകൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ആയുധമാക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിഷ്കളങ്കത നല്ലതാണ്, പക്ഷേ അവിവേകമായ തുറന്നു പറച്ചിൽ അപകടകരമാണ്. എല്ലാവരോടും ഹൃദയം തുറക്കേണ്ടതില്ല. നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കാൻ കഴിയുന്നവരോട് പങ്കിടേണ്ടത്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് എല്ലാം പറയാനുള്ള ആവശ്യമില്ല. മൗനം ചിലപ്പോൾ ബുദ്ധിയുടെ ഏറ്റവും വലിയ അടയാളമാണ്. രണ്ടാമതായി, ബഹുമാനം ചോദിച്ച് നേടുന്നതല്ല, കഴിവിലൂടെ നേടുന്നതാണ്. ചാണക്യൻ പറഞ്ഞ മറ്റൊരു സത്യം, ഈ ലോകം വാക്കുകളേക്കാൾ ഫലങ്ങളെയാണ് ബഹുമാനിക്കുന്നത്. നിങ്ങൾ എത്ര വലിയ സ്വപ്നങ്ങൾ പറഞ്ഞാലും, എത്ര വലിയ വാഗ്ദാനങ്ങൾ നൽകിയാൽ ലോകം അവസാനമായി നോക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു എന്നതാണ്. ബഹുമാനം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. അത് ശ്രമം, സ്ഥിരത, ആത്മനിയന്ത്രണം, ഉത്തരവാദിത്തം എന്നിവയുടെ ഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഗൗരവമായി കാണുമ്പോൾ, നിങ്ങൾ പറയുന്ന വാക്കിനേക്കാൾ പ്രവർത്തനം വലിയതാകുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ സ്വന്തം ജീവിതത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ, അപ്പോഴാണ് യഥാർത്ഥ ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല എന്ന് പരാതി പറയുന്നതിന് പകരം ഞാൻ എൻ്റെ ജീവിതം എത്ര ഗൗരവമായി നിർമ്മിക്കുന്നു എന്ന് ചോദിക്കുക. മൂന്നാമത്തത്, സമയം നഷ്ടപ്പെടുത്തവർ
സമയം നഷ്ടപ്പെടുത്തുന്നവൻ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ചാണക്യനീതിയുടെ ഹൃദയത്തിൽ ഒരു വാക്കുണ്ടെങ്കിൽ അത് സമയത്തിൻ്റെ വില തന്നെയാണ്. കാരണം പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, ഒരു അവസരം നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് വരാം, പക്ഷേ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ വരില്ല. ഇന്ന് നമ്മൾ പലരും ജീവിതം നശിപ്പിക്കുന്നത് വലിയ തെറ്റുകൾ കൊണ്ടല്ല. ഇന്ന് നമ്മൾ പലരും വലിയ തെറ്റുകൾ കൊണ്ടല്ല, ചെറിയ ചെറിയ സമയം നഷ്ടപ്പെടുത്തുന്നതിലൂടെയാണ്. ഇന്ന് വേണ്ട, നാളെ തുടങ്ങാം, ഇനി കുറച്ച് സമയം കളയാം, ഇപ്പോൾ മൂടില്ല, ഒരു ചെറിയ വൈകിപ്പിക്കൽ തന്നെ ഒരു ദിവസം വലിയ പരാജയമായി മാറാം. ചാണക്യൻ്റെ പാഠം വളരെ വ്യക്തമാണ്. ജീവിതത്തെ മാറ്റുന്നത് പ്രചോദനം മാത്രമല്ല, സമയത്തെ മാനിക്കുന്ന ശീലമാണ്. ഓരോ ദിവസവും നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങളുടെ ദിനചര്യ പറഞ്ഞു തരും. നിങ്ങളുടെ ഫോൺ ഉപയോഗം, ഉറക്കം, സംസാരങ്ങൾ, സമയം ചെലവഴിക്കുന്ന രീതികൾ, ഇവയൊക്കെയാണ് നിങ്ങളുടെ ഭാവി എഴുതുന്നത്. അതിനാൽ ചോദിക്കൂ, എൻ്റെ സമയം എൻ്റെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയാണോ, അതിനെതിരെ പ്രവർത്തിക്കുകയാണോ? നാലാമത്തത്, അതിയായ വികാര അധീനത പലപ്പോഴും നാശത്തിലേക്ക് നയിക്കുന്നത്. ചാണക്യൻ മനുഷ്യൻ്റെ മനസ്സിനെ വളരെ ആഴത്തിൽ കണ്ടവനായിരുന്നു. അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു, വികാരങ്ങൾ മനോഹരമാണ്, പക്ഷേ നിയന്ത്രണമില്ലാത്ത വികാരങ്ങൾ അപകടകരമാണ്. കോപത്തിലെടുത്ത തീരുമാനങ്ങൾ, അസൂയയിൽ പറഞ്ഞ വാക്കുകൾ, അമിതമായ സ്നേഹത്തിൽ നഷ്ടപ്പെടുത്തിയ സ്വാഭിമാനം, ഭയത്തിൽ ഉപേക്ഷിച്ച അവസരങ്ങൾ, ഇവയെല്ലാം ജീവിതത്തെ തകർക്കാൻ മതിയാകും. ഇത് വികാരങ്ങളില്ലാതെ ജീവിക്കണം എന്ന അർത്ഥമല്ല. അതിൻ്റെ അർത്ഥം വികാരങ്ങൾക്ക് അടിമയാകാതെ ജീവിക്കണം എന്നതാണ്. നിങ്ങളുടെ കോപം നിങ്ങളെ നിയന്ത്രിക്കരുത്. നിങ്ങളുടെ ഭയം സ്വപ്നങ്ങളെ കൊല്ലരുത്. നിങ്ങളുടെ ദുഃഖം നിങ്ങളുടെ കഴിവുകളെ അടച്ചു പൂട്ടരുത്. മനസ്സ് ചലിക്കുമ്പോഴും തീരുമാനം ശാന്തതയിൽ എടുക്കാൻ പഠിക്കണം. അതാണ് ശക്തി, അതാണ് പക്വത, അതാണ് ചാണക്യൻ പറയുന്ന ആത്മനിയന്ത്രണം. അഞ്ചാമത്തേത്, സൗഹൃദം, ബന്ധം, വിശ്വാസം എല്ലാം പരീക്ഷണം. ചാണക്യൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യബോധമുള്ള പാഠം ഇതാണ്: എല്ലാവരെയും ഉടൻ വിശ്വസിക്കരുത്. ജീവിതത്തിൽ മധുരമായി സംസാരിക്കുന്ന എല്ലാവരും നന്മ മാത്രം ആഗ്രഹിക്കുന്നവരല്ല. ചിലർ നിങ്ങളെ ഉപയോഗിക്കാൻ വരും. ചിലർ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അപ്രത്യക്ഷരാകും. ചിലർ നിങ്ങളുടെ വിജയത്തിൽ കൈയടിക്കും, പക്ഷേ നിങ്ങളുടെ വളർച്ച സഹിക്കില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യരെ വിലയിരുത്താൻ പഠിക്കണമെന്നതാണ്. ആർക്കാണ് നിങ്ങളുടെ ദുഃഖത്തിൽ ഒപ്പം നിൽക്കാൻ കഴിയുന്നത്? ആർക്കാണ് നിങ്ങളുടെ അഭാവത്തിൽ പോലും നിങ്ങളെ ബഹുമാനിക്കാൻ കഴിയുന്നത്? ആർക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധമായി സന്തോഷിക്കാൻ കഴിയുന്നത്? ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ തെറ്റായ ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ ഭാരമാകാം. അതിനാൽ ഹൃദയം തുറക്കുന്നതിന് മുമ്പ് കണ്ണുകൾ തുറക്കുക. വിശ്വാസം കൊടുക്കുന്നതിന് മുമ്പ് സമയം കൊടുക്കുക. കാരണം സമയം മനുഷ്യരുടെ യഥാർത്ഥ മുഖം കാണിച്ചു തരും. ആറാമത്തത്, സ്വയം നിയന്ത്രിക്കാത്തവനെ ലോകം നിയന്ത്രിക്കും. ഇത് ചാണക്യനീതിയുടെ ഏറ്റവും ശക്തമായ സന്ദേശങ്ങളിൽ ഒന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ശീലങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അപ്പോൾ ലോകം നിങ്ങളെ നിയന്ത്രിക്കും. നിങ്ങളുടെ ശ്രദ്ധയെ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കും. നിങ്ങളുടെ തീരുമാനങ്ങളെ ഭയം നിയന്ത്രിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ മറ്റുള്ളവരുടെ അഭിപ്രായം നിയന്ത്രിക്കും. നിങ്ങളുടെ ജീവിതത്തെ സാഹചര്യങ്ങൾ നിയന്ത്രിക്കും. പക്ഷേ ഒരാൾക്ക് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ അവൻ പുറത്തുള്ള കൊടുങ്കാറ്റുകളെ ഭയപ്പെടേണ്ടതില്ല. കാരണം അവൻ്റെ യഥാർത്ഥ ശക്തി പുറത്തല്ല, ഉള്ളിലാണ്.
രാവിലെ എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേൽക്കുക, ചെയ്യേണ്ട ജോലി മാറ്റിവെക്കാതെ ചെയ്യുക, ആവശ്യമില്ലാത്ത ആകർഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക, മനസ്സില്ലാത്തപ്പോഴും ഉത്തരവാദിത്തം നിറവേറ്റുക. ഇതാണ് ആത്മനിയന്ത്രണം. ഇതുതന്നെയാണ് ജീവിതത്തെ സാധാരണ നിലയിൽ നിന്ന് അസാധാരണയിലേക്ക് ഉയർത്തുന്ന ശീലം. ഏഴാമതായി ചാണക്യൻ പറയുന്നത്, കഷ്ടപ്പാടില്ലാതെ സ്ഥിരവിജയമില്ല. ഇന്നത്തെ ലോകം പലപ്പോഴും വിജയത്തിൻ്റെ ഗ്ലാമർ മാത്രം കാണിക്കുന്നു. പക്ഷേ ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നാണ്. വിജയത്തിൻ്റെ പിന്നിൽ അനവധി നിശബ്ദമായ ത്യാഗങ്ങളുണ്ടാകും. രാത്രികൾ ഉണർന്നിരിക്കുക, മറ്റുള്ളവർ കാണാത്തപ്പോഴും പരിശ്രമിക്കുക, താൽക്കാലിക സുഖങ്ങളെ ഉപേക്ഷിക്കുക, വേദനയിലും നിരാശയിലും മുന്നോട്ട് നടക്കുക. ഇവയൊക്കെയാണ് വലിയ വിജയികളുടെ അടിത്തറ. ഒരു വിത്ത് മണ്ണിനിടയിൽ ഇരുട്ടിൽ കഴിയാതെ അത് വൃക്ഷമാകാറില്ല. അതുപോലെ മനുഷ്യനും പരീക്ഷണങ്ങൾ കടന്നു പോകാതെ ശക്തനാകില്ല. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. അതാകാം നിങ്ങളുടെ അടുത്ത ഉയർച്ചയ്ക്കുള്ള പരിശീലനം. അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ എന്തുകൊണ്ട് എനിക്കിത് എന്ന് ചോദിക്കുന്നതിന് പകരം ഇത് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുക. എട്ടാമത്തത്, പണം പ്രധാനമാണ്, പക്ഷേ ബുദ്ധിയില്ലാത്ത പണം നാശമാണ്. ചാണക്യൻ ധനത്തെ അവഗണിച്ചില്ല. അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു ജീവിതത്തിൽ സുരക്ഷയ്ക്കും ബഹുമാനത്തിനും സ്വാതന്ത്ര്യത്തിനും പണം ആവശ്യമാണ്. പക്ഷേ അതേസമയം അദ്ദേഹം മുന്നറിയിപ്പ് നൽകി, ബുദ്ധിയില്ലാതെ കൈകാര്യം ചെയ്യുന്ന പണം അനുഗ്രഹമല്ല, അപകടമാണ്. നിങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവഴിച്ചാൽ, ഭാവിയെ ചിന്തിക്കാതെ ജീവിച്ചാൽ, ആവശ്യത്തിനും ആഡംബരത്തിനും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ പോയാൽ പണം സമാധാനം നൽകാതെ സമ്മർദ്ദം നൽകും. പണം സമ്പാദിക്കുന്നത് ഒരു കഴിവാണ്. പണം സംരക്ഷിക്കുന്നത് ഒരു ശീലമാണ്. പണം ശരിയായി ഉപയോഗിക്കുന്നത് ഒരു ജ്ഞാനമാണ്. ഈ 3 കാര്യങ്ങൾ പഠിക്കാത്തവനും എത്ര സമ്പാദിച്ചാലും മതിയാവില്ല. 9ാമത്തത്, ആത്മബഹുമാനമില്ലാത്ത സ്നേഹം അടിമത്തമായി മാറും. ചാണക്യൻ്റെ ചിന്തയിൽ ഒരു പ്രധാന തത്വമുണ്ട്. നിങ്ങൾ ബഹുമാനിക്കാത്തിടത്ത് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരാളെ സ്നേഹിക്കുന്നത് മനോഹരമാണ്, കുടുംബത്തിനായി ത്യാഗം ചെയ്യുന്നത് മഹത്തായ കാര്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങളുടെ ആത്മബഹുമാനം നഷ്ടപ്പെടാൻ പാടില്ല. എപ്പോഴും നിങ്ങളെ അവഗണിക്കുന്ന, നിങ്ങളുടെ മൂല്യം കാണാത്ത, നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന ഇടങ്ങളിൽ പിടിച്ചു നിൽക്കുന്നത് സ്നേഹമല്ല, അത് സ്വയം നാശമാണ്. നിങ്ങളുടെ മനസ്സിനും ബഹുമാനം വേണം, നിങ്ങളുടെ സമയത്തിനും വില വേണം, നിങ്ങളുടെ ജീവിതത്തിനും ഒരു പരിധി വേണം. ഇല്ല എന്ന് പറയേണ്ടിടത്ത് ഇല്ല എന്ന് പറയാൻ പഠിക്കുക. ഇല്ലാത്തവരെയും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് സ്വയം നഷ്ടപ്പെടരുത്. 10ാമത്തത്, ജീവിതം ജയിക്കുന്നത് ആദ്യം മനസ്സിലാണ്. അവസാനമായി ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്: യുദ്ധം പുറത്തല്ല, ആദ്യം മനസ്സിലാണ്. പരാജയം പലപ്പോഴും സാഹചര്യങ്ങളിൽ തുടങ്ങുന്നില്ല, അതാദ്യം തുടങ്ങുന്നത് നമ്മുടെ ചിന്തകളിലാണ്. എനിക്ക് കഴിയില്ല, ഞാൻ മതിയാകുന്നില്ല, എൻ്റെ സമയം കഴിഞ്ഞു, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഇങ്ങനെ ഉള്ളിൽ പറയുന്ന വാക്കുകളാണ് മനുഷ്യനെ ആദ്യം തോൽപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം മാറ്റണം. സ്വയം ദുർബലനായി കാണുന്നത് നിർത്തണം. പരാജയങ്ങളെ ശാപമായി കാണുന്നത് നിർത്തണം. ഭയത്തെ സത്യമെന്ന പോലെ വിശ്വസിക്കുന്നത് നിർത്തണം. നിങ്ങൾക്ക് കഴിയുമെന്ന് ആദ്യം നിങ്ങൾ തന്നെ വിശ്വസിക്കണം.
കാരണം ലോകം നിങ്ങളെ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങളെ വിശ്വസിക്കണം. ലോകം നിങ്ങളെ ബഹുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ബഹുമാനിക്കണം. ലോകം നിങ്ങളെ വിജയിയായി കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വിജയിയായി അംഗീകരിക്കണം. അപ്പോൾ ഈ ചാണക്യനീതി നമ്മെ ആശ്വസിപ്പിക്കാൻ വരുന്ന ജ്ഞാനമല്ല, അത് നമ്മെ ഉണർത്താൻ വരുന്ന ജ്ഞാനമാണ്. നമ്മൾ മറച്ചുവെച്ച ദൗർബല്യങ്ങളെ നേരിട്ട് കാണിക്കാൻ വരുന്ന കണ്ണാടിയാണത്. ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ കഠിനമായ തീരുമാനങ്ങൾ എടുക്കണം, സമയത്തെ മാനിക്കണം, മനുഷ്യരെ മാനിക്കണം, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കണം, വികാരങ്ങളെ നിയന്ത്രിക്കണം, ആത്മബഹുമാനം കാത്തു സൂക്ഷിക്കണം, ശ്രമം നിർത്തരുത്. അതിനാൽ ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു ചോദ്യം: നിങ്ങളുടെ ജീവിതം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് നിങ്ങൾ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ശീലങ്ങളോ? അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ചാണക്യ നീതി വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനം നൽകുന്ന വീഡിയോകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ.